ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഡിന്നറിനെ കഴിച്ച് മടുക്കുമ്പം ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കുബൂസും ഒരു പീസ് ചിക്കനും പിന്നെ തബൂലി സാലഡും ഹുമ്മൂസും. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. തബൂലി സാലഡിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഹുമ്മൂസിൻ്റെ ആണ്. ഇതേപോലെ നിങ്ങൾ ഹുമ്മൂസ് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് അതേ ടേസ്റ്റ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഹുമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടല ഒരു കപ്പ് ഞാനൊരു 10 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം കുതിർന്ന് വന്നതിന് ശേഷം ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഇത് നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൈയോട് പിടിച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സ്കിൻ ഇളകി കിട്ടും. അപ്പോൾ നമുക്ക് ഈ സ്കിന്ന് ആവശ്യമില്ല, ഈ കടല മാത്രം മതി. അങ്ങനെ എല്ലാ കടലയും ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 3 അല്ലി വെളുത്തുള്ളിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടക്കുറക്കൊക്കെ ചെയ്തോളൂ. പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര്, പിന്നെ കടല വെന്ത വെള്ളം ഒരു 1/4 കപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തഹീനിയാണ്. തഹീനി എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതൊരു 4 ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് തഹീനി കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ള എള്ള് ചെറിയ തീയിലൊന്ന് വറുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. കൂടുതൽ അങ്ങനെ അടിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഹുമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതേപോലെ ആക്കിയിട്ട് ഒരു മൊഞ്ചിനും വേണ്ടിയിട്ട് കുറച്ച് ഒലീവ്സൊക്കെ നടുവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒലിവ് ഓയിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം. ഒലിവ് ഓയിൽ നല്ല ഹെൽത്തിയാണ്, അതുകൊണ്ട് കുറച്ച് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പപ്രിക്ക ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ കൈയോട് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. അത് കാണാനും നല്ല രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ഹുമ്മൂസിൻ്റെ ടേസ്റ്റ് കിട്ടും. ഒരു ദിവസം ഡിന്നർ ഇതുപോലെ ആക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം. അതുവരെയും ബൈ.